വർഷത്തിന് ശേഷം തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെ തന്നെ 27 ഇയേഴ്സ് കഴിഞ്ഞ് തിയേറ്ററിൽ കാണുന്നതിൽ എന്താ പറയുന്നത്, വി ആർ വെരി ഹാപ്പി, വെരി മച്ച് എക്സൈറ്റഡ്. പിന്നെന്താ, ഇത് 4K അല്ലേ, ഡോൾബി അറ്റ്മോസിലെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം എങ്ങനെയാണ് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സോങ്സ്, അതിൻ്റെ വൈബ്, അതെല്ലാം അടിച്ചു പൊളിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ ഗ്യാങ്ങായിട്ട് ഞങ്ങളുടെ ഈ പിള്ളേർ സെറ്റായിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ്. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കസിൻ ചേച്ചിയില്ലായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴൊക്കെ? ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടോ അന്ന് തിയേറ്ററിൽ കണ്ടതിൻ്റെ ഓർമ്മകളൊക്കെ? അല്ല, തിയേറ്ററിൽ ഞാൻ ഇവിടെ മൈമൂൺ തിയേറ്ററിൽ പോയി കണ്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഗ്യാങ്ങായിട്ട് കാണുന്നതിൻ്റെ ത്രില്ലാണ്. അത് കസിൻസ് എല്ലാം റീയൂണൈറ്റഡ് ആയ ഒരു ഇതല്ലേ? അന്നത്തെ വൈബ് തന്നെയാണ്. ഞാൻ ഫുൾ കസിൻസ് വന്നിട്ടില്ല, എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിക്ക് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത്രയും കസിൻസിനെയൊക്കെ വീണ്ടും കണ്ട് കിട്ടിയപ്പോൾ? നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിക്കുള്ളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു അതിന് ശേഷം? കുറച്ച് മുമ്പാണ് ഞങ്ങളൊന്ന് കണക്റ്റഡ് ആയത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാൾ മുമ്പ്. ഇതിപ്പോൾ സംരംഭത്തിലെ റീ റിലീസ് ചെയ്യാന്ന് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈ മൊമെന്റ് എന്തായിരുന്നു? ഇങ്ങനെ സെക്കൻഡ് പാർട്ടൊക്കെ വരുമെന്ന് കേട്ടെങ്കിലും ഞങ്ങൾ റീ റിലീസ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എല്ലാവരും ആഗ്രഹിച്ചൊരു മൂവിയായിരുന്നു സംരംഭത്തിലെ റീ റിലീസ്. നിങ്ങൾക്കും അറിയണ്ടേ പൂച്ചേനെ ആരാഴ്ച? അതെ, ഞാൻ ചോദിക്കാൻ വരും, നിങ്ങൾക്ക് അറിയോ ആർക്ക് ആരാ പൂച്ച? സസ്പെൻസ് ആണ്. അതാണല്ലോ ഇതിന്റെ എസൻസ്. ഓക്കെ, ചെയ്താലും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ത്രില്ലിംഗ് മൊമെന്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.